അടുത്ത ടോപ്പിക്കാണ് ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ. നമ്മൾ ലിങ്കേജിനെ കുറിച്ച് ഒരു തവണ പറഞ്ഞിരുന്നു. അതായത് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഒബേ ചെയ്യാത്ത ഒരു കണ്ടീഷനാണ് ലിങ്കേജ് എന്ന് പറയുക. ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഒബേ ചെയ്യാത്ത ഒരു കണ്ടീഷനാണ് ലിങ്കേജ് എന്ന് പറയുക. ഓക്കെ ആണല്ലോ. ലിങ്കേജും റീകോമ്പിനേഷൻ രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് റീകോമ്പിനേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ലിങ്കേജ് അല്ലെങ്കിൽ എന്താണ് റീകോമ്പിനേഷൻ എന്ന് പറയാം. ഒരു അലീലിന്റെ ഒപ്പം മറ്റൊരു അലീൽ കൂടി ലിങ്ക് ചെയ്ത് ഇൻഫെക്ട് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ലിങ്കേജ് എന്ന് വിളിക്കുക. ഓക്കെ ആണല്ലോ. പ്രോസസ് ഓഫ് ഇൻഫെക്റ്റൻസിൽ ഒരു അലീലിന്റെ ഒപ്പം ഇപ്പൊ നമ്മൾ ക്യാപിറ്റൽ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ എന്ന കേസ് എടുത്തപ്പോൾ ക്യാപില്ലാറിന്റെ ഒപ്പം ഗ്യാമീറ്റ് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ക്യാപില്ലാറിന്റെ ഒപ്പം ക്യാപില്ലാറും വന്നു, ക്യാപില്ലാറിന്റെ ഒപ്പം സ്മോൾ വൈയും വന്നു. അതുപോലെ സ്മോൾ ആറിന്റെ ഒപ്പം ക്യാപിറ്റൽ വൈയും വന്നു, സ്മോൾ ആറിന്റെ ഒപ്പം സ്മോൾ വൈയും വന്നു. ഓക്കെ ആണല്ലോ. അതായത് ക്യാപില്ലാറിന്റെ ഒപ്പം ക്യാപിറ്റൽ വൈയും വരാം, സ്മോൾ വൈയും വരാം. അതുപോലെ സ്മോൾ ആറിന്റെ ഒപ്പം ക്യാപിറ്റൽ വൈയും വരാം, സ്മോൾ വൈയും വരാം. എന്താണ് അപ്പൊ ഇവിടെ ലിങ്കേജ് ഇല്ല. എന്നാൽ എന്താണ് ഇതെന്ന് പറയുകയാണ്. ഇപ്പൊ ക്യാപിറ്റൽ ആറിന്റെ ഒപ്പം ക്യാപിറ്റൽ വൈ മാത്രമേ വരുന്നുള്ളൂ, ക്യാപിറ്റൽ ആറിന്റെ ഒപ്പം സ്മോൾ വൈ വരുന്നില്ല. ഇങ്ങനത്തെ ഒരു കണ്ടീഷനാണ് നമ്മൾ വിളിക്കുക ലിങ്കേജ് എന്ന് വിളിക്കുക. അതായത് പ്രോസസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ ഒരു അലീലിന്റെ ഒപ്പം മറ്റൊരു അലീൽ, രണ്ട് അലീലുകൾ ഒരുമിച്ച് ഇൻഹെറിറ്റ് ചെയ്യുന്നു, അതിനെ വിളിക്കുന്ന പേരാണ് ലിങ്കേജ് എന്ന് വിളിക്കാം. ഇപ്പൊ പ്രോസസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ രണ്ട് അലീലുകൾ ഒരുമിച്ച് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ലിങ്കേജ്. ഓക്കെ ആണല്ലോ. പ്രോസസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ രണ്ട് ജീനുകൾ ഒരുമിച്ച് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ്, രണ്ട് അലീലുകൾ ഒരുമിച്ച് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ്. രണ്ട് ഡിഫറെന്റ് ജീനിന്റെ അലീലുകളാണ്. ഇതൊരു ജീനിന്റെ അലീൽ, വേറൊരു ജീനിന്റെ അലീൽ. അപ്പൊ രണ്ട് ജീനിന്റെ അലീലുകൾ ഒരുമിച്ച് ലിങ്ക് ചെയ്തിരിക്കുന്നു, നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ലിങ്കേജ് എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ. അങ്ങനെ ലിങ്കേജ് വരണമെന്നുണ്ടെങ്കിൽ രണ്ടുപേര് അടുത്തടുത്തിരിക്കുകയാണ്. അപ്പൊ എന്താണ് ലിങ്കേജ് റീകോമ്പിനേഷൻ എന്താന്ന് പറയാം. നമുക്ക് ആദ്യം മുമ്പ് റീകോമ്പിനേഷൻ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സപ്പോസ് ഇപ്പൊ ഒരു ക്രോമസോം ആണെന്നിരിക്കട്ടെ, സപ്പോസ് ഒരു ക്രോമസോം ആണെന്നിരിക്കട്ടെ, അച്ഛനിൽ നിന്നും വന്ന ഫസ്റ്റ് ക്രോമസോം ആണെന്നിരിക്കട്ടെ, ഇത് അമ്മയിൽ നിന്നും വന്ന ഫസ്റ്റ് ക്രോമസോം ആണെന്നിരിക്കട്ടെ, അമ്മയിൽ നിന്ന് വന്ന ഫസ്റ്റ് ക്രോമസോം. അപ്പൊ നമുക്ക് ഇവരെ ഒരുമിച്ച് ചേർത്ത് പറയാം ഹോമലോഗസ് ക്രോമസോം. കാര്യം ഇതും ഫസ്റ്റ് ക്രോമസോം ആണ്, ഇതും ഫസ്റ്റ് ക്രോമസോം ആണ്, ഫസ്റ്റ് പെയർ ആണ് ആണല്ലോ. സപ്പോസ് ഇവിടെ ഒരു ജീൻ ഉണ്ടെന്നിരിക്കട്ടെ, ഇവിടെയാണ് നമ്മളുടെ ആർ ജീൻ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ക്യാപിറ്റൽ ആർ, ഇവിടെ ക്യാപിറ്റൽ വൈ, ഇവിടെ സ്മോൾ ആർ, ഇവിടെ സ്മോൾ വൈ എന്നിരിക്കുന്നിരിക്കട്ടെ. ഇങ്ങനെയാണ് ജീൻ ഇരിക്കുന്നിരിക്കട്ടെ. ഇതാണ് നമ്മളുടെ ഈ ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ, ഇത് ഇങ്ങനെയാണെന്നിരിക്കട്ടെ. നമ്മൾ മിയോസിസിൽ നമ്മൾ റീകോമ്പിനേഷൻ പഠിച്ചിരുന്നു. ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കയറുമെന്ന് പഠിച്ചിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്ത് മാറിക്കയറും. മാറിക്കയറി കഴിഞ്ഞാൽ അത് എങ്ങനെയാവാം? ഇത് ഇങ്ങനെയാവാം. മാറിക്കയറി കഴിഞ്ഞാൽ അത് ഇങ്ങനെയാവാം. ഇവിടെ ക്യാപിറ്റൽ ആർ വരാം, എന്നിട്ട് ഇത് ഇങ്ങോട്ടും മാറിക്കയറുമ്പോൾ ഇവിടെ സ്മോൾ വൈ വരാം, ഇവിടെ ക്യാപിറ്റൽ വൈ വരാം, ഇവിടെ സ്മോൾ ആർ. ഇങ്ങനെ ആവാം. ഇങ്ങനെ മാറിക്കയറി ഓവർലാപ്പ് ചെയ്താൽ ഇത് ഇങ്ങനെ ഇരിക്കാം. ശരിയാണല്ലോ. അങ്ങനെ മാറിക്കയറി ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെയും ഇരിക്കാം. അപ്പൊ ഇതാണ് എല്ലാ പോസിബിലിറ്റിയാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. ഇതാണ് ഓരോ ഗ്യാമീറ്റ് ആയിട്ട് വരിക. ലാസ്റ്റിൽ ഓരോ ക്രോമസോംസ് ആണ് ഗ്യാമീറ്റിലേക്ക് എൻ്റർ ചെയ്യുക. അപ്പൊ ഇതൊരു ഗ്യാമീറ്റിലേക്ക് പോകും, ഇവർ ഓരോന്നും ഓരോ ഗ്യാമീറ്റിലേക്ക് പോകും. നോക്കിക്കോളൂ, ഇത് ഓവർലാപ്പ് ചെയ്യാത്ത കണ്ടീഷനാണ് ഈ ഫസ്റ്റ് രണ്ട് കണ്ടീഷനും. ബ്ലൂ കളറിൽ നമ്മൾ വരച്ചിരിക്കുന്നത് ഓവർലാപ്പ് ചെയ്ത കണ്ടീഷനാണ്. അപ്പോൾ ഇവിടെ നോക്കിയോളൂ, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ എന്നാണ് ഇവിടെ നമ്മൾ ആ ഒരു ക്രോമസോമിനെ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ആ ക്രോമസോം വരുന്ന ഗ്യാമീറ്റ് ആണ് ഇതായത് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ. ഇനി അടുത്തത് സ്മോൾ ആർ സ്മോൾ വൈ ആണല്ലോ. ഇതാണ് സ്മോൾ ആർ സ്മോൾ വൈ എന്ന് പറയുന്ന അടുത്ത ഗ്യാമീറ്റ്. ഈ ഒരു ക്രോമസോം വന്നിരിക്കുന്നതാണ് സ്മോൾ ആർ സ്മോൾ വൈ എന്ന് പറയുന്ന ഗ്യാമീറ്റ്. ഇനി ഇത് നോക്കിയോ, ഇത് റീകോമ്പിനേഷൻ വഴി. അങ്ങനെ നമുക്കറിയാലോ റീകോമ്പിനേഷൻ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ പ്ലസ് 1 പഠിച്ചാണ്. ക്രോമസോംസ്, ഹോമലോഗസ് ക്രോമസോംസിന്റെ ക്രോമാറ്റിഡ്സ് ഓവർലാപ്പ് ചെയ്യും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിഞ്ഞു കയറുന്നു. അതാണ് റീകോമ്പിനേഷൻ എന്നുള്ള കാര്യം. ക്രോസിംഗ് ഓവർ ആൻഡ് റീകോമ്പിനേഷൻ. ഇങ്ങനെ ക്രോസിംഗ് ഓവർ നടക്കും, എന്നിട്ട് അവർ മുറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. അങ്ങനെ എക്സ്ചേഞ്ച് ഓഫ് ക്രോമാറ്റിഡ്സ് നടക്കും. അതിനാണ് റീകോമ്പിനേഷൻ. അങ്ങനെ റീകോമ്പിനേഷൻ നടന്നുണ്ടാകുന്നതാണ് നമ്മൾ ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പോർഷൻ നടന്ന് ഇവിടേക്കും കയറി, ഈ പോർഷൻ നടന്ന് എവിടേക്കും കയറി. ഓക്കെ ആണല്ലോ. അപ്പൊ കിട്ടിയ ഈ ഒരു ക്രോമസോം ആണ് ക്യാപിറ്റൽ ആർ സ്മോൾ വൈ. അതാണ് ഇവിടെ കിട്ടിയേക്കുന്നത് ക്യാപിറ്റൽ ആർ സ്മോൾ വൈ. ഈ ക്രോമസോം വരുന്ന ഗ്യാമീറ്റ് ആണ് ഈ ഗ്യാമീറ്റ്. അതുപോലെ ഇതാണ് സ്മോൾ ആർ ക്യാപിറ്റൽ വൈ. ഈ ക്രോമസോം വരുന്നതാണ് സ്മോൾ ആർ ക്യാപിറ്റൽ വൈ വരുന്ന ഗ്യാമീറ്റ് ആണ് ഈ ഗ്യാമീറ്റ്. ഇങ്ങനെയാണ് നമുക്ക് 4 ഗ്യാമീറ്റ് ഇവിടെ പോസിബിൾ ആയത്. ഓക്കെ ആണല്ലോ. എന്നാൽ അതായത് ഇവിടെ ഈ ക്രോമസോമിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ഞാൻ രണ്ടാമതൊരു ജീൻ വരയ്ക്കുകയാണ്.
എന്താ ഇവിടെ തൊട്ടടുത്ത് തന്നെ ക്യാപിറ്റൽ എക്സും സ്മോൾ എക്സും ഓക്കെ ആണല്ലോ. അപ്പൊ അവിടെ തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കിയാൽ വളരെ ചെറിയ ഡിസ്റ്റൻസ് ആണ്, രണ്ടുപേരും നമ്മൾ വളരെ അടുത്തടുത്തിരിക്കുകയാണ്. അങ്ങനെ അടുത്തടുത്തിരിക്കുമ്പോൾ അവിടെ എന്ത് നടക്കാനുള്ള ചാൻസ് കുറവാണ്. കറക്റ്റ് ഇപ്പൊ രണ്ട് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഓവർലാപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇവിടെ എവിടെയെങ്കിലും അവർക്ക് ഓവർലാപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ രണ്ടുപേരും അടുത്തടുത്തിരിക്കുകയാണെങ്കിൽ അവിടെ തന്നെ ഓവർലാപ്പ് ചെയ്യാനുള്ള ചാൻസ് എന്ത് ചെയ്യും, കുറഞ്ഞു പോകും. അപ്പൊ രണ്ട് ജീനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും ഡിസ്റ്റൻസ് കുറയും തോറും അവർ തമ്മിൽ ഓവർലാപ്പ് ചെയ്യാനുള്ള ചാൻസ് കുറഞ്ഞു പോകും. എന്നാൽ അവർ തമ്മിൽ ഡിസ്റ്റൻസ് കൂടുന്തോറും ഇത്രയും സ്പേസിൽ എവിടെയെങ്കിലും അവർക്ക് ഇങ്ങനെ വന്ന് വീണാൽ മതി, അതിനുള്ള ചാൻസ് കുറയും. എന്നാൽ ഇതിന്റെ ഇടയിൽ തന്നെ കറക്റ്റ് ഇവർ വന്ന് ക്രോസ് ചെയ്യണം, അതിനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ ആണല്ലോ. അങ്ങനെ ചാൻസ് കുറയുമ്പോൾ എന്ത് കുറയും, ഓവർലാപ്പ് ചെയ്യാനുള്ള ചാൻസ് കുറയുമ്പോൾ റീകോമ്പിനേഷൻ നടക്കാനുള്ള ചാൻസ് കുറയും. അപ്പോൾ ക്യാപിറ്റൽ ആറിന്റെ ഒപ്പം ക്യാപിറ്റൽ എക്സ് വരാം, എന്നാൽ ക്യാപിറ്റൽ ആറിന്റെ ഒപ്പം സ്മോൾ എക്സ് വരാനുള്ള ചാൻസ് വളരെ കുറഞ്ഞു പോകും. നമുക്ക് ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ ആണെന്ന് പറയാം, അല്ലെങ്കിൽ കുറഞ്ഞു പോകും. ഓക്കെ ആണല്ലോ, കുറഞ്ഞു പോകുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലിങ്കേജ്. അപ്പോൾ ഈ പ്രോസസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ ക്യാപിറ്റൽ ആറിന്റെ ഒപ്പം ക്യാപിറ്റൽ എക്സ് വരാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ ആണല്ലോ. ക്യാപിറ്റൽ ആറിന്റെ ഒപ്പം ക്യാപിറ്റൽ എക്സ് ആണ് വരാൻ ചാൻസ് കൂടുതൽ. നമ്മൾ ഈ ഫിനോമിനെ പറയുന്ന പേരാണ് ലിങ്കേജ്. ഓക്കെ ആണല്ലോ. ക്യാപിറ്റൽ ആറിന്റെ ഒപ്പം ക്യാപിറ്റൽ വൈയും വരാം, ക്യാപിറ്റൽ ആറിന്റെ ഒപ്പം സ്മോൾ വൈയും വരാം. കാരണം ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇവർക്ക് എവിടെയെങ്കിലും ഓവർലാപ്പ് ചെയ്ത് റീകോമ്പിനേഷൻ നടക്കാം. എന്നാൽ ഈ എക്സും ആറും തമ്മിലുള്ള എടുത്തു കഴിഞ്ഞാൽ ഈ ക്യാപിറ്റൽ ആറിനോട് വളരെ അടുത്ത് കിടക്കാണ് ക്യാപിറ്റൽ എക്സ്, അതുപോലെ സ്മോൾ ആറിനോട് വളരെ അടുത്ത് കിടക്കാണ് സ്മോൾ എക്സ്. അതുകൊണ്ട് ഇതിന്റെ ഇടയിൽ തന്നെ കറക്റ്റ് ഓവർലാപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് ഡിസ്റ്റൻസ് കുറയും തോറും ഓവർലാപ്പ് ചെയ്ത് റീകോമ്പിനേഷൻ നടക്കാനുള്ള ചാൻസ് വളരെ കുറഞ്ഞു പോകും. ഓക്കെ ആണല്ലോ. ഡിസ്റ്റൻസ് കുറയും തോറും റീകോമ്പിനേഷൻ ഉള്ള ചാൻസ് കുറഞ്ഞു പോകും. അപ്പോൾ ക്യാപിറ്റൽ ആറിന്റെ ഒപ്പം ക്യാപിറ്റൽ എക്സ് വരാനാണ് ചാൻസ് കൂടുതൽ, അതുപോലെ സ്മോൾ ആറിന്റെ ഒപ്പം സ്മോൾ എക്സും വരാനാണ് ചാൻസ് കൂടുതൽ. ഇങ്ങനെ ഡിസ്റ്റൻസ് കുറയുന്നത് കൊണ്ട് രണ്ട് ജീനുകൾ ഒരുമിച്ച് അങ്ങ് ട്രാൻസ്ഫർ ചെയ്തു പോകും. ഈ രണ്ടലിലും ഒരുമിച്ച് അങ്ങ് ഇൻഫെർട്ട് ചെയ്തു പോകും. അതായത് ഇവിടെ ക്യാപിറ്റൽ ആർ സ്മോൾ എക്സ് വരാനുള്ള ചാൻസ് കുറഞ്ഞു പോകും, അതുപോലെ സ്മോൾ ആർ ക്യാപിറ്റൽ എക്സ് വരാനുള്ള ചാൻസും കുറഞ്ഞു പോകും. അപ്പൊ അവിടെ ഇങ്ങനത്തെ രണ്ട് അലിലേ ഉണ്ടാകത്തുള്ളൂ. അവിടെ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ എക്സ് സ്മോൾ ആർ സ്മോൾ എക്സ്, ഈ രണ്ട് അലിയിലേ അവിടെ ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പൊ ക്യാപിറ്റൽ ആറിന്റെ ഒപ്പം എല്ലായ്പ്പോഴും ക്യാപിറ്റൽ എക്സ് തന്നെ വരും, സ്മോൾ ആറിന്റെ ഒപ്പം എല്ലായ്പ്പോഴും സ്മോൾ എക്സ് വരും. അപ്പം ഈ രണ്ട് അലിലുകൾ ഒരുമിച്ച് ഇൻഫെർട്ട് ചെയ്ത് പോകുന്നു നമുക്ക് പറയാം. അങ്ങനെ രണ്ട് അലിലുകൾ ഒരുമിച്ച് ഇൻഫെർട്ട് ചെയ്ത് പോകുന്ന ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ലിങ്കേജ്. ലിങ്കേജ് കാരണം എന്താണ്, അവർ നമ്മുടെ ഡിസ്റ്റൻസ് കുറഞ്ഞു പോകുന്നതാണ് ലിങ്കേജിനുള്ള കാരണം. ഓക്കെ ആണല്ലോ. ഈ രണ്ട് ജീനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു പോകുന്നതാണ് ലിങ്കേജിനുള്ള കാരണം. അപ്പൊ ലിങ്കേജ് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് ജീനുകൾ ഇരിക്കുന്നത് സെയിം ക്രോമസോമിൽ തന്നെ ആയിരിക്കണം. ഓക്കെ ആണല്ലോ. സെയിം ക്രോമസോം എന്നോ ഹോമോലോഗസ് ക്രോമസോം എന്നോ ഒക്കെ നമുക്ക് പറയാം. കാര്യം ഈ രണ്ട് ക്രോമസോമിനെ നമുക്ക് വിളിക്കുന്ന പേരാണ് ഹോമോലോഗസ് ക്രോമസോം. ഇതിലുള്ള എല്ലാ ജീനുകളും ഇതിലും ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഹോമോലോഗസ് ക്രോമസോം എന്ന് വിളിക്കുന്നത്. കാര്യം ഇത് അച്ഛനിൽ നിന്ന് വന്ന ഫസ്റ്റ് ക്രോമസോം, ഇത് അമ്മയിൽ നിന്ന് വന്ന ക്രോമസോം, രണ്ടും ഫസ്റ്റ് ക്രോമസോം ആണ്. അതുകൊണ്ട് ഇതിന്റെ എല്ലാം ജീനിന്റെ ഓർഡറും സെയിം ആയിരിക്കും. ഇതിൽ എന്തൊക്കെ ജീനുകളുണ്ടോ അതെല്ലാ ജീനുകളും ഉണ്ടാവും. പക്ഷെ ഡോമിനന്റോ റിസസീവോ ആവാം, അത് പറയാൻ പറ്റില്ല. ഇത് ചിലപ്പോൾ ഡോമിനന്റ് ആവാം, ഇത് ചിലപ്പോൾ റിസസീവ് ആവാം, അത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാ ജീനുകളും ഉണ്ടാവും. ഇവിടെ എ എന്ന് പറയുന്ന ജീൻ ഉണ്ടെങ്കിൽ ഇവിടെ എ എന്ന് പറയുന്ന ജീൻ രണ്ടിടത്തും ഉണ്ടാവും. അതാണ് ഹോമോലോഗസ് ക്രോമസോം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതാണ് ലിങ്കേജ് എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ രണ്ട് ജീനുകൾ ഒരുമിച്ച് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിന് കാരണം അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു പോകുന്നു. ഡിസ്റ്റൻസ് കുറഞ്ഞു പോകുന്നതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഓവർലാപ്പ് ചെയ്തിട്ട് റീകോമ്പിനേഷൻ നടക്കാനുള്ള ചാൻസ് കുറഞ്ഞു പോകുന്നു. ഇതിനെയാണ് നമ്മൾ ലിങ്കേജ് എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ ഡിസ്റ്റൻസ് കുറയുന്നത് കൊണ്ട് രണ്ട് അലീലുകൾ അല്ലെങ്കിൽ രണ്ട് ജീനുകൾ ഒരുമിച്ച് അങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നു. രണ്ട് അലീലെന്നും പറയാം, രണ്ട് ജീൻ എന്നും പറയാം, രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ ആണല്ലോ. അവർ ഒരുമിച്ച് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നു. എന്തുകൊണ്ടാണ്? ഡിസ്റ്റൻസ് കുറയുന്നത് കൊണ്ട്. ഡിസ്റ്റൻസ് കുറയുന്നതോടെ എന്താ സംഭവിക്കുന്നത്? ഓവർലാപ്പിംഗ് നടക്കാനുള്ള അല്ലെങ്കിൽ ക്രോസിംഗ് ഓവർ നടന്ന് റീകോമ്പിനേഷൻ നടക്കാനുള്ള ചാൻസ് കുറഞ്ഞു പോകുന്നു. അതുകൊണ്ടാണ് എന്ത് നടക്കുന്നത്? ലിങ്കേജ് നടക്കുന്നത്. അപ്പൊ ഈ ലിങ്കേജിന്റെ കേസിൽ ഈ റേഷ്യോ ഡീവിയേറ്റ് ചെയ്യും. 9:3:3:1 എന്നുള്ള റേഷ്യോ ഡീവിയേറ്റ് ചെയ്യും. നമ്മൾ അതിൽ 9:3:3:1 നമ്മൾ പറഞ്ഞിരുന്നു, ഇവരെ രണ്ടുപേരെയും നമ്മൾ പറയുന്ന പേരാണ് റീകോമ്പിനന്റ് ടൈപ്പ് പ്രോജനീസ് എന്ന് നമ്മൾ പറഞ്ഞു. റീകോമ്പിനന്റ് ടൈപ്പ് പ്രോജനീസ് എന്ന് പറഞ്ഞിരുന്നു. കാര്യം ഇവര് റീകോമ്പിനേഷൻ വരും. ഇങ്ങനത്തെ റീകോമ്പിനേഷൻ വരാൻ ഇവരുണ്ടായില്ല. റൗണ്ട്, ഈ ക്യാപിറ്റൽ ആർ വന്നാൽ റൗണ്ട് വരും, സ്മോൾ വൈ വന്നാൽ ഗ്രീൻ വരും.
ഇത് സ്മോൾ ആർ വന്നാൽ റിങ്കിൾഡ് വരും, ഇത് യെല്ലോ വരും. അപ്പൊ ഇങ്ങനെ ഈ രണ്ട് അലീൽസിന്റെ എഫക്റ്റ് കൊണ്ടുണ്ടാക്കുന്നവരാണ് ഇവര്. ഇത് റൗണ്ട് ഗ്രീനും റിങ്കിൾഡ് യെല്ലോ. ഇവര് പാരന്റൽ ടൈപ്പ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു. ഇവർ രണ്ടുപേരും പാരന്റൽ ടൈപ്പ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ഇതിൽ നമ്മൾ പറഞ്ഞിരുന്നു റീകോമ്പിനേഷന്റെ കേസ് അല്ല, സോറി, ഡൈഹൈബ്രിഡ് ക്രോസ് പറഞ്ഞപ്പോൾ നമ്മളവിടെ പറഞ്ഞിരുന്നു അവര് പാരന്റൽ ടൈപ്പ് പ്രോജനീസ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇവരെ റീകോമ്പിനന്റ് ടൈപ്പ് പ്രോജനീസ്, ന്യൂ കോമ്പിനേഷൻ ആണ്. ആ ന്യൂ കോമ്പിനേഷൻ റീകോമ്പിനേഷൻ പറയാൻ കാരണം എന്താ? ഇത് രണ്ടും റീകോമ്പിനേഷൻ വഴി ഉണ്ടായവരാണ്. ഈ രണ്ട് ക്രോമസോമും റീകോമ്പിനേഷൻ വഴി ഉണ്ടായവരാണ്. അങ്ങനെ കിട്ടിയ ഗ്യാമീറ്റ്സ് ആണ്. റീകോമ്പിനേഷൻ വഴി ഉണ്ടായ ഗ്യാമീറ്റ്സ് വഴി ഉണ്ടാകുന്ന പ്രോജനിയെ വിളിക്കുന്ന പേരാണ് റീകോമ്പിനന്റ് ടൈപ്പ് പ്രോജനീസ്. മനസ്സിലായിട്ടുണ്ടല്ലോ? ഇതാണ് റീകോമ്പിനേഷൻ. അങ്ങനെ റീകോമ്പിനേഷൻ നടന്നു കിട്ടുന്ന ക്രോമസോം എൻ്റർ ചെയ്യുന്ന ഗ്യാമീറ്റ്സ് ഉണ്ട്. ഇതുമാണ് റീകോമ്പിനേഷൻ നടന്നു വരുന്ന ഗ്യാമീറ്റ്സ്. ആ ഗ്യാമീറ്റ്സ് എൻ്റർ ചെയ്തുണ്ടാകുന്ന പ്രോജനീസിനെ വിളിക്കുന്ന പേരാണ് റീകോമ്പിനന്റ് ടൈപ്പ് പ്രോജനീസ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ റീകോമ്പിനന്റ് ടൈപ്പ് പ്രോജനീസിന്റെ നമ്പർ ഡിക്രീസ് ചെയ്യും. ലിങ്കേജിന്റെ കേസിൽ number of recombinant progenies decrease ചെയ്യും. number of recombinant progenies അത് ഡിക്രീസ് ചെയ്യും. അതാണ് ലിങ്കേജിന്റെ സ്പെഷ്യാലിറ്റി. കാര്യം ലിങ്കേജ് നടന്നു കഴിഞ്ഞാൽ റീകോമ്പിനേഷൻ നടക്കാനുള്ള ചാൻസ് കുറഞ്ഞു പോകും. ഓക്കെ ആണല്ലോ? ലിങ്കേജ് നടന്നാൽ റീകോമ്പിനേഷൻ ഉള്ള ചാൻസ് കുറഞ്ഞു പോകും. അതുകൊണ്ട് റീകോമ്പിനന്റ് ടൈപ്പ് പ്രോജനീസ് ഉണ്ടാവാനുള്ള ചാൻസ് ഡിക്രീസ് ചെയ്യും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പൊ നമുക്ക് സിംപ്ലി പറയാം ലിങ്കേജ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കുറഞ്ഞ രണ്ട് ജീനുകൾ തമ്മിൽ ഡിസ്റ്റൻസ് കുറഞ്ഞുണ്ട്, അവർ അടുത്തടുത്തിരിക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് പറയാം ലിങ്കേജ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ജീൻ എന്ന് നമുക്ക് പറയാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ജീൻസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണല്ലോ? അതുപോലെ ലിങ്കേജ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റീകോമ്പിനേഷൻ എന്ന് നമുക്ക് പറയാം. അതുപോലെ നമുക്ക് പറയാം റീകോമ്പിനേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു is directly proportional to is directly proportional to distance between two ജീൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും റീകോമ്പിനേഷൻ കൂടും. എന്നാൽ ഡിസ്റ്റൻസ് കൂടുന്തോറും ലിങ്കേജ് ഉള്ള ചാൻസ് കുറയും. അപ്പൊ ലിങ്കേജ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ജീൻ. Linkage is inversely proportional to recombination, but recombination is directly proportional to distance between two genes. Distance കൂടുന്തോറും recombination ഉള്ള ചാൻസ് കൂടും, ഡിസ്റ്റൻസ് കൂടുന്തോറും ലിങ്കേജ് ഉള്ള ചാൻസ് കുറയും. അപ്പൊ നമുക്ക് പറയാം ലിങ്കേജും റീകോമ്പിനേഷനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പറഞ്ഞ നമ്മുടെ NCERT ടെക്സ്റ്റിൽ ഒരു രണ്ട് പോർഷൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ടേബിൾ തന്നിട്ടുണ്ട്. നമ്മൾ ആ ടേബിൾ ആണ് പറയാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? പേജ് നമ്പർ 82 ടേബിൾ 5.3 ആണ്. അവിടെ രണ്ട് കോളമായിട്ട് രണ്ട് എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ഒരു എക്സ്പ്ലനേഷൻ ജീനിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. ഒരു കോളം പറഞ്ഞേക്കുന്നത് ജീനിനെ കുറിച്ചും ഒരു കോളം പറഞ്ഞേക്കുന്നത് ക്രോമസോമിനെ കുറിച്ചുമാണ്. രണ്ടും സിമിലർ പോയിന്റ്സ് ഒക്കെയാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഒരു പോയിന്റിൽ മാത്രം ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് ഏത് കോളമാണ് ജീനിന്റെ ആണെന്നും ഏത് കോളമാണ് ക്രോമസോമിന്റെ ആണെന്നും പറഞ്ഞേക്കുന്നത്. ആ ഒരു കോളത്തിൽ ജീനിന്റെ പ്രോപ്പർട്ടിയും ഒരു കോളത്തിൽ ക്രോമസോമിന്റെ പ്രോപ്പർട്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഐഡിയ ഇതാണ്. ക്രോമസോംസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് പെയേഴ്സ് ആണ്. അപ്പോൾ ജീൻസ് ഇൻഡിപെൻഡന്റ് പെയേഴ്സ് അല്ല. ഓക്കെ ആണല്ലോ? ക്രോമസോംസ് ഇൻഡിപെൻഡന്റ് പെയേഴ്സ് ആണ്. എന്നാൽ ജീൻസ് ആർ നോട്ട് ഇൻഡിപെൻഡന്റ് പെയേഴ്സ്. കാര്യം ജീൻസ് DNA-യുടെ ഒരു പാർട്ടാണ്. ക്രോമസോമിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ് ജീൻസ് എന്ന് പറഞ്ഞത്. ക്രോമസോമിന്റെ പാർട്ടാണ് ജീൻസ്. അപ്പൊ അതുകൊണ്ട് ജീൻസ് ഒരിക്കലും ഇൻഡിപെൻഡന്റ് അല്ല. എന്നാൽ ഒരു ക്രോമസോമിനെ നമുക്ക് ഇൻഡിപെൻഡന്റ് ക്രോമസോമായിട്ട് നമുക്ക് എടുത്ത് മാറ്റാൻ കഴിയും. എന്നാൽ ഒരു ജീനിനെ നോർമലി നമുക്കൊരു ജീനിനെ ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ മാറ്റണം. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ നോർമലി തന്നെ നമുക്ക് ക്രോമസോമിനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് മാറ്റി വെക്കാൻ കഴിയും. അതുകൊണ്ട് ക്രോമസോംസ് ആർ ഇൻഡിപെൻഡന്റ് പെയേഴ്സ്. ഓക്കെ ആണല്ലോ? ജീൻസ് ഇൻഡിപെൻഡന്റ് പെയേഴ്സ് അല്ല. അതാണ് ആ ഒരു ടേബിളിൽ നിങ്ങൾക്ക് ജീനിനെയും ക്രോമസോമിനെയും തമ്മിൽ നിങ്ങൾക്ക് വേർതിരിച്ചറിയാനുള്ള ഒരു വ്യത്യാസം എന്ന് പറയാം. അതായത് ഒരു കോളത്തിൽ ഇൻഡിപെൻഡന്റ് പെയേഴ്സ്
സെപ്പറേറ്റ് ഇൻഡിപെൻഡന്റ്ലി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇൻഡിപെൻഡന്റ് പെയർസ് എന്ന് പറയുന്നത് ക്രോമസോമിനെ കുറിച്ചിട്ടാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ NCERT ടെക്സ്റ്റിൽ പേജ് നമ്പർ 84 ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഫിഗർ 5.11 എന്നുള്ള ഫിഗർ അത് നോക്കാം. അത് നമ്മളുടെ TH മോർഗൻ ചെയ്ത എക്സ്പെരിമെന്റ്സ് ആണ് പറഞ്ഞേക്കുന്നത്. ഈ കൊടുത്തേക്കുന്നതൊക്കെ TH മോർഗന്റെ എക്സ്പെരിമെന്റ്സ് ആണ്. TH മോർഗൻ ചെയ്ത കുറെ എക്സ്പെരിമെന്റ്സ് ആണ്. TH മോർഗന്റെ എക്സ്പെരിമെന്റൽ ഓർഗാനിസം എന്ന് പറഞ്ഞുണ്ടോ നമ്മളുടെ ഡ്രോസോഫില, നമ്മളുടെ ഫ്രൂട്ട് ഫ്ലൈ, കൊത്തളങ്ങ എന്ന് പറയുന്ന ഡ്രോസോഫിലയാണ് TH മോർഗന്റെ എക്സ്പെരിമെന്റൽ ഓർഗാനിസം. അപ്പൊ TH മോർഗൻ കുറെ എക്സ്പെരിമെന്റ് ചെയ്തു. അപ്പൊ ചിലതിലൊക്കെ TH മോർഗന് ലിങ്കേജ് കിട്ടി, ചിലതിലൊക്കെ ലിങ്കേജ് കിട്ടിയില്ല. ഓക്കെ ആണല്ലോ. ലിങ്കേജ് കിട്ടി, ചിലതൊക്കെ റീകോമ്പിനേഷൻ ആണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലിങ്കേജ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഉള്ളതാണ് 9:3:3:1 റേഷ്യോ കിട്ടും. ഓക്കെ ആണല്ലോ. ലിങ്കേജ് കാണിച്ചാൽ 9:3:3:1 റേഷ്യോ കിട്ടില്ല. ലിങ്കേജ് കാണിച്ചില്ലെങ്കിൽ 9:3:3:1 റേഷ്യോ കിട്ടും. 9:3:3:1 റേഷ്യോ കിട്ടുക മീൻസ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കാണിക്കും. അപ്പൊ ലിങ്കേജിന്റെ കേസിൽ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കാണിക്കില്ല. അപ്പൊ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കാണിച്ചാൽ 9:3:3:1, ലിങ്കേജ് കാണിച്ചു കഴിഞ്ഞാൽ ആ റേഷ്യോ ഡിവീറ്റ് ചെയ്യും. അപ്പൊ മെന്റൽ കുറെ എക്സ്പെരിമെന്റ് ചെയ്തു. ചില എക്സ്പെരിമെന്റിൽ ലിങ്കേജ് കാണിച്ചു, ചില എക്സ്പെരിമെന്റിൽ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കാണിച്ചു. അപ്പൊ നമ്മുടെ ടെക്സ്റ്റിൽ ഫിഗറിൽ ക്രോസ് എ ക്രോസ് ബി എന്ന് പറഞ്ഞ രണ്ട് ക്രോസ് വന്നിട്ടുണ്ട്. ക്രോസ് എയും താഴേക്ക് വന്നിട്ടുണ്ട്, ക്രോസ് ബിയും താഴേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ടെക്സ്റ്റ് തന്നിരിക്കുന്ന പോലെ തന്നെ എഴുതാം. ക്രോസ് എയും ക്രോസ് ബിയും എന്ന് തന്നെയാണ് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഈ ക്രോസ് എയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, അവിടെ ഗ്യാമീറ്റ്സ് ഉണ്ടാകുമ്പോൾ റീകോമ്പിനന്റ് ടൈപ്പ് ഗ്യാമീറ്റ് ഉണ്ടാകുന്നത് ക്രോസ് എയിൽ 1.3% ആണ് റീകോമ്പിനന്റ് ടൈപ്പ് ഗ്യാമീറ്റ്സ് ഉണ്ടാകുന്നത്. എന്നാൽ ക്രോസ് ബി എടുത്തു കഴിഞ്ഞാൽ അവിടെ റീകോമ്പിനന്റ് ടൈപ്പ് ഗ്യാമീറ്റ്സ് ഉണ്ടാകുന്നത് 37.2% ആണ് റീകോമ്പിനന്റ് ടൈപ്പ് ഗ്യാമീറ്റ്സ് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ റീകോമ്പിനേഷൻ കുറഞ്ഞു പോകുന്നു, റീകോമ്പിനേഷൻ കുറയുന്നു. ഇവിടെ റീകോമ്പിനേഷൻ അത്യാവശ്യം നടക്കുന്നുണ്ട്. അതായത് എങ്ങനെയാണെന്ന് അറിയാമോ ഇത് കണ്ടുപിടിക്കുന്നത്? നമ്മളുടെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പറയാം. റീകോമ്പിനേഷൻ ഫ്രീക്വൻസി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പറയാം. റീകോമ്പിനേഷൻ ഫ്രീക്വൻസി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പറയാം. ഓക്കെ ആണല്ലോ. റീകോമ്പിനേഷൻ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. അവിടെ റീകോമ്പിനന്റ് പ്രോജനീസ് എത്രയാണ്? Recombinant progenies divided by total number of progenies. Recombinant progenies divided by total number of progenies. ഇപ്പൊ നമുക്ക് ഇതെടുക്കാം. 9:3:3:1 ഇതാണല്ലോ നമ്മളുടെ മെന്റലിന് കിട്ടിയ റേഷ്യോ. അപ്പൊ അതിൽ ഇതായിരുന്നു റീകോമ്പിനന്റ് ടൈപ്പ് പ്രോജനീസ്. അപ്പൊ നമുക്ക് ഈ ഒരു ക്രോസിന്റെ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ ആണല്ലോ. ഇവിടെ ടോട്ടൽ നമുക്ക് കിട്ടിയ റീകോമ്പിനന്റ് പ്രോജനീസ് 6 ആയിരുന്നു. ടോട്ടൽ റീകോമ്പിനന്റ് പ്രോജനീസ് 6 ആണ്. 3+3. ടോട്ടൽ നമ്പർ ഓഫ് പ്രോജനീസോ 9+1 10, 10+3+3 16. ടോട്ടൽ 16 പ്രോജനീസ് ഉണ്ടായിരുന്നു. അതിൽ 6 പേര് റീകോമ്പിനന്റ് ടൈപ്പ് ആയിരുന്നു. ഇത് ഇൻറ്റു 100 കൊടുക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് 37.5%. അപ്പൊ ഇത്രയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ആണ് കാണിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് മെന്റലിന് കിട്ടിയ വർക്കിന്റെ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മെന്റൽ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. കാര്യം മെന്റലിന് റീകോമ്പിനേഷൻ ഐഡിയ ഒന്നും മെന്റലിന് ഇല്ലായിരുന്നു. അപ്പൊ മെന്റലിന്റെ റീകോമ്പിനേഷൻ, മെന്റൽ ചെയ്ത റീകോമ്പിനേഷൻ ഫ്രീക്വൻസി, മെന്റൽ ചെയ്ത എക്സ്പെരിമെന്റിന്റെ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 37.5% ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ്, ഈ ഒരു റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് അവിടെ ലിങ്കേജ് കാണിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും എക്സ്പെരിമെന്റിലേക്ക് വരികയാണ്, മോർഗന്റെ എക്സ്പെരിമെന്റിലേക്ക് വരികയാണ്. മോർഗന്റെ ക്രോസ് ബി ആ ഒരു എക്സ്പെരിമെന്റിൽ റീകോമ്പിനന്റ് പെർസെന്റേജ് വന്നിരിക്കുന്നത് 37.2 ആണ്. എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? ഇത് റീകോമ്പിനേഷൻ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റിന്റെ എക്സാമ്പിൾ ആണ്. അസോർട്ട്മെന്റ് എക്സാമ്പിൾ ആണ്. കാരണം ഇവിടുത്തെ പെർസെന്റേജ് 37.2 വന്നു. അപ്പോൾ അവിടെ റീകോമ്പിനന്റ് പ്രോജനീസ് നോർമലി കിട്ടുന്നുണ്ട്. ഇവിടെ 37.5 ആണ്, ഒരു അല്പം കുറവ്. 37.2 0.3യുടെ കുറവ് ഒട്ടും വലിയ കുറവൊന്നുമല്ല. നമുക്കത് കൺസിഡർ ചെയ്യേണ്ട ഒരു കുറവ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സമയം ഇവിടെ ഈ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ റീകോമ്പിനന്റ് പ്രോജനീസ് 1.3 ആണ്.
37.5 വരേണ്ടടുത്ത് 1.3 ഒരുപാട് കുറഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നത് ലിങ്കേജ് ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ക്രോസിൽ ലിങ്കേജ് ആണ്. അപ്പോൾ മോർഗൻ കുറെ എക്സ്പെരിമെന്റ് ചെയ്തു, ചില എക്സ്പെരിമെന്റിൽ മെന്റലിൽ ലിങ്കേജ് കിട്ടി. എക്സാമ്പിൾ ആണ് അതിന്റെ ക്രോസ് എ. നമ്മുടെ ടെക്സ്റ്റിലുള്ള ഫിഗർ എക്സാമ്പിൾ ആണ്, ആ ഫിഗർ തന്നിരിക്കുന്നതാണ്. ക്രോസ് എ എക്സ്പെരിമെന്റ് ലിങ്കേജ് ആണ് കാണിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ റീകോംബിനന്റ് ഫ്രീക്വൻസി 1.3% ആണ് റീകോംബിനന്റ് ഫ്രീക്വൻസി. ക്രോസ് ബി എടുത്തു കഴിഞ്ഞാൽ റീകോംബിനന്റ് ഫ്രീക്വൻസി 37.2 ആണ്. അപ്പോൾ 37.2 മീൻസ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കാണിക്കുന്നു. 37.2 നിന്നും ഡീവിയേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ലിങ്കേജ് കാണിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ റീകോംബിനേഷൻ ഫ്രീക്വൻസി ശ്രദ്ധിക്കാം. ഇന്ന് നമ്മൾ പറയുന്നത് ആൽഫ്രഡ് സ്റ്റുവർട്ട്മാൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഉണ്ട്. നമ്മളുടെ ടി.എച്ച്. മോർഗൻ ലിങ്കേജ് കണ്ടുപിടിച്ച ടി.എച്ച്. മോർഗന്റെ സ്റ്റുഡന്റ് ആണ് ആൽഫ്രഡ് സ്റ്റുവർട്ട്മാൻ. ആൽഫ്രഡ് സ്റ്റുവർട്ട്മാൻ റീകോംബിനേഷൻ ഫ്രീക്വൻസിയുടെ ബേസിൽ ക്രോമസോമുകൾ തമ്മിലുള്ള റീകോംബിനേഷൻ എന്ന് പറയുമ്പോൾ ക്രോമസോമുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ ബേസിലാണല്ലോ റീകോംബിനേഷൻ നടക്കുക. അങ്ങനെ റീകോംബിനേഷൻ ഫ്രീക്വൻസിയുടെ ബേസിൽ ജീനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസുകൾ കണ്ടുപിടിച്ചു. അതാണ് സ്റ്റുവർട്ട്മാൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ ആൽഫ്രഡ് സ്റ്റുവർട്ട്മാൻ ചെയ്ത കാര്യമാണ് ജീനുകളിലെ ആ ക്രോമസോമുകളിലെ ജീനുകൾ കടയ്ക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. അത് നമ്മൾ പറഞ്ഞ പേരാണ് ക്രോമസോം മാപ്പിംഗ് കണ്ടുപിടിച്ചു. അതായത് ക്രോമസോമിൽ എവിടെയൊക്കെയാണ് ഓരോ ജീനുകൾ ഇരിക്കുന്നത് ക്രോമസോമിനെ മാപ്പ് ചെയ്തു. ക്രോമസോമിന്റെ ഓരോ പ്ലേസിലും ഏതൊക്കെ ജീനുകളാണ് ഇരിക്കുന്നത് അത് കണ്ടുപിടിച്ച ആളാണ് സ്റ്റുവർട്ട്മാൻ. എന്തിനെ ബേസ് ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചത്? ഈ റീകോംബിനേഷൻ ഫ്രീക്വൻസി ബേസ് ചെയ്തിട്ടാണ് ആൽഫ്രഡ് സ്റ്റുവർട്ട്മാൻ ക്രോമസോം മാപ്പിംഗ് കണ്ടുപിടിച്ചത്. ക്രോമസോം മാപ്പിംഗ് മീൻസ് ക്രോമസോമിൽ ഓരോ ജീനുകളും എത്ര ഡിസ്റ്റൻസിലൊക്കെയാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം കണ്ടുപിടിച്ചു. ഇപ്പൊ ഇത് ക്രോമസോം ആണെന്നിരിക്കട്ടെ. ഇപ്പൊ ഇവിടെ ഒരു എ ജീൻ ഉണ്ട്, ഇവിടെ ഒരു ബി ജീൻ ഉണ്ട്, ഇവിടെ ഒരു സി ജീൻ ഉണ്ട് എന്നിരിക്കട്ടെ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇയാള് ആൽഫ്രഡ് സ്റ്റുവർട്ട്മാൻ നമ്മൾ പറഞ്ഞു മോർഗന്റെ സ്റ്റുഡന്റ് ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അയാൾ ജീനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിച്ചത്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുകയാണ് ശരിക്കും ചെയ്തത്. അതാണ് ക്രോമസോം മാപ്പിംഗിൽ വരിക. ഒരു ക്രോമസോമിലെ ജീനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പൊ അയാൾ അതിന് കൊടുത്ത യൂണിറ്റ് ആണ്, ഈ ഡിസ്റ്റൻസിന് കൊടുത്ത യൂണിറ്റ് ആണ് സെന്റിമീറ്റർ അല്ല സെന്റി മോർഗൻ. അയാളുടെ അധ്യാപകനെ അയാൾ മറന്നില്ല, അപ്പൊ അയാളുടെ സാറിനെ അയാൾ മറന്നില്ല. സാറിന്റെ പേരാണ് കൊടുത്തത് സെന്റി മോർഗൻ. ഓക്കെ ആണല്ലോ. സെന്റി മോർഗൻ അനുസരിച്ച് എന്താണ് സെന്റി മോർഗൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1% ആണ് റീകോംബിനേഷൻ എന്നുണ്ടെങ്കിൽ 1% റീകോംബിനേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ രണ്ട് ജീനുകൾ തമ്മിലുള്ള റീകോംബിനേഷന്റെ പെർസെന്റേജ് 1 ആണെങ്കിൽ ആ രണ്ട് ജീനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 സെന്റിമോർഗൻ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ രണ്ടുപേരും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു 5% ആണെങ്കിൽ റീകോംബിനേഷന്റെ പെർസെന്റേജ് 5% ആണെങ്കിൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 5 സെന്റിമോർഗൻ. ക്യാപിറ്റൽ എം ആണ് സെന്റിമോർഗൻ. ഇനി 15.87% ആണ് രണ്ടുപേരും തമ്മിലുള്ള റീകോംബിനേഷൻ ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 15.87 സെന്റിമോർഗൻ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഒരു കേസിൽ രണ്ട് ജീനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 37.5 സെന്റിമോർഗൻ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് സ്റ്റുവർട്ട്മാൻ കണ്ടുപിടിച്ചത്. ക്രോമസോമിന്റെ മാപ്പിങ്ങിന് കൊടുത്തിട്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതായിരുന്നു ബേസിക് ഐഡിയ. 1% റീകോംബിനേഷൻ മീൻസ് 1 സെന്റിമോർഗൻ. ഓക്കെ ആണല്ലോ. സെന്റിമോർഗൻ അല്ലെങ്കിൽ ക്രോമസോം മാപ്പ് യൂണിറ്റ് എന്നും പറയാം. സെന്റിമോർഗൻ അല്ലെങ്കിൽ ക്രോമസോം മാപ്പ് യൂണിറ്റ് എന്നും പറയാം. സെന്റിമോർഗൻ അല്ലെങ്കിൽ ക്രോമസോം മാപ്പ് യൂണിറ്റ് എന്നും പറയാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ആൽഫ്രഡ് സ്റ്റുവർട്ട്മാൻ ടി.എച്ച്. മോർഗന്റെ സ്റ്റുഡന്റ് ആണ്. അതാണ് റീകോംബിനേഷൻ ഫ്രീക്വൻസിയുടെ ബേസിൽ ജീനുകൾക്കുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തു. ആ പ്രോസസ്സിനെ പറയാണ് ക്രോമസോം മാപ്പിംഗ്. ക്രോമസോം മാപ്പിംഗ് അനുസരിച്ച് 1% റീകോംബിനേഷൻ ഫ്രീക്വൻസി ആണെങ്കിൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 സെന്റിമോർഗൻ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി ഒരു കാര്യം കൂടെ, മാക്സിമം റീകോംബിനേഷൻ ഫ്രീക്വൻസി 50%. മാക്സിമം അതിന്റെ അപ്പുറത്തേക്ക് വരില്ല. മാക്സിമം റീകോംബിനേഷൻ ഫ്രീക്വൻസി 50%. അതായത് 100 പ്രോജനെ കിട്ടുകയാണെങ്കിൽ മാക്സിമം 50 പേര് റീകോംബിനന്റ് ടൈപ്പ് ആവാം, ബാക്കി 50 പേര് പാരന്റൽ ആവും. തിയറിറ്റിക്കലി ഉള്ളൂ. പ്രാക്ടിക്കലി ഇതാണ് പോസിബിൾ ആയിട്ടുള്ളത്. ഇതാണ് 37.5 ആണ് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളത്. തിയറിറ്റിക്കലി ആണെങ്കിൽ മാക്സിമം റീകോംബിനേഷൻ 50%.